ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ആർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് വീഡിയോ റീച്ചാക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാലാട്ട എടുത്തിട്ടുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലെന്ന് പറയുമ്പം 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. പക്ഷേ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ കേട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തോട്ടോ, അപ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പക്ഷേ വാനില എസൻസ് ചേർക്കുമ്പം ഈ ഒരു ടേസ്റ്റ് അല്ലാട്ടോ ഉണ്ടാവുക. ആ ഒരു വാനിലേൻ്റെ ഫ്ലേവർ വരും. പക്ഷേ അത് വേണ്ട. ഈ ഒരു കണ്ടൻസ് മിൽക്കും പാൽപ്പൊടിയൊക്കെ ആകുമ്പോൾ നല്ല ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്ര വലിയ പണിയൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ്, ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചൂടോടെ ഒന്നും ഇതൊന്നും ചേർക്കരുത്. സാധാ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അപ്പോൾ നന്നായിട്ട് തന്നെ കൈയിളക്കാതെ അടുപ്പിൽ വെച്ച് മുതലേ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനും കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോ, എൻ്റെ കയ്യിൽ അത്ര എന്താ പറയുക ബട്ടർ തീർന്നിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. 2 or 3 ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 or 3 ചേർത്ത് കൊടുത്തോ കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബട്ടറിൻ്റെ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ കൂടുതലിട്ടിട്ട് അതിന് അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണ്ട. ഇതുപോലെയൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കേക്ക് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങൂലേ, ആ ഒരു എന്താ പറയുക മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചൊക്കെ ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു പുഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇതൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ കേക്ക് വാങ്ങിയ സമയത്ത്. അപ്പോൾ ഇതിലാക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ അതിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടോടെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് സൈഡൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് കഴിയുമ്പോൾ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലൊന്നും അങ്ങനെ ഭയങ്കര എന്താ പറയുക ഫിനിഷ് ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ, കാരണം കട്ടിയുള്ള ആ ഒരു മിക്സല്ലേ. അപ്പോൾ നിങ്ങൾ അത് കുഴപ്പമില്ല, നമ്മളിത് ഡിമോൾഡേറ്റ് എടുക്കുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലിംഗ് റാപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 or 4 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് അത്രയും ടൈം ഇല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സെറ്റ് ആയി കിട്ടും. പക്ഷേ ഐസാവാൻ നിൽക്കരുത്, പിന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും കംപ്ലീറ്റ് മാറിപ്പോവും. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ടെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണ് നല്ലത്. നിങ്ങൾ ഓവർനൈറ്റോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് എന്താ പറയുക സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് രാവിലെ ആക്കി വെച്ചിട്ട് വൈകുന്നേരമായിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ട്രേയോ മോൾഡോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് എന്താ പറയുക ബാറ്റർ ഈ ഒരു മിക്സ് ഒഴിച്ച സമയത്ത് കേക്ക് ടിന്നിലോ ഏതിലായാലും പുഡിംഗ് ട്രേയിലോ ഏതിലായാലും ഇത് ഒഴിച്ച സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് എന്താ പറയുക അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. എന്നാലേ എല്ലാ ഭാഗത്തും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടണം കേട്ടോ, നല്ല രസീല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതേ ഷേപ്പിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ, കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ ഈ ഒരു പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഞാനിപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറേ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ റീച്ചൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇനി എന്താ പറയുക കറക്റ്റായിട്ട് ഇടയ്ക്കിടെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ. അതുകൊണ്ട് ആരും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത്. ഇനി ഡേ ഇൻ മൈ ലൈഫും അതുപോലെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ വീഡിയോസായിട്ടും ഞാൻ ഇനിയും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനിയും ഇതേപോലെയുള്ള സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവുക.
പിന്നെ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഇനിയുള്ള വർഷം സമാധാനവും സന്തോഷമുള്ള നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.